ഇതാ മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനില്ല. നമ്മുടെ വർഷങ്ങളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മരണത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനിക്ക് ചുരുങ്ങിയത് ഒരു 60 വയസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് കണക്കൂട്ടി വരികയാണെങ്കിൽ എത്ര വയസ്സായി? ഇപ്പൊ ഇതിൽ കൂട്ടത്തില് വയസ്സ് കൂടി ആൾക്കാരുണ്ടാവും. അപ്പോ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ മനുഷ്യർക്കും കണക്കാക്കിയ വയസ്സ് എന്തെയാണ് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ എന്തെയ്യാൻ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഞാൻ നേരത്തെ തുടക്കത്തിൽ കൂടിയ ഒരു ആയത്തുണ്ടല്ലോ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ് സത്യവിശ്വാസികളായ ആളുകളെ, അല്ലാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിച്ച ആളുകളെ, എന്നിട്ട് അല്ലാഹു പറയുകയാണ് നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വലിയൊരു മെസ്സേജ് അതിലൂടെ തരികയാണ്. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണേ, അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ പേടിക്കണേ. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് നല്ല സൂക്ഷ്മതയോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിന് കീഴടങ്ങേണ്ട ആളുകളാണ്. മരണത്തെ കുറിച്ച് നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ? മരണത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മരണം എന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ, എല്ലാ ശരീരത്തെയും പിടിച്ചു കുലുക്കുന്നതാണ്. മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷ കിട്ടുകയില്ല. അങ്ങനെ രക്ഷ കിട്ടുകയാണെങ്കിൽ ആർക്കും രക്ഷ കിട്ടണമെന്നറിയുമോ? ഹബീബിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രക്ഷ കിട്ടേണ്ടതാണ്. അതുകൊണ്ട് മരണം എളുപ്പമാവാൻ, മരണവേദന എളുപ്പമാവാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും 3 കാര്യം ഞാൻ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും 3 കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മരണവേദന അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. മരണത്തിന്റെ വേദനയുണ്ടാകില്ല. 3 കാര്യം സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ മരണവേദന ലഘൂകരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മരണവേദന ഏറ്റവും നല്ല വേദന, ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാല് ഏതാ? ഏറ്റവും വലിയ വേദന പ്രസവവേദന നടത്തുമ്പോൾ പറയേണ്ടവ. ഏറ്റവും വലിയ പ്രസവത്തിന് ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ പ്രസവവേദന എന്നാണ് ഓരോ കാഴ്ചപ്പാടില്. ഓരോ കാഴ്ചപ്പാടിലല്ല, ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് തന്നെ പ്രസവവേദനയാണ്. ഏകദേശം 20 എല്ലുകൾ പൊട്ടിക്കുന്ന രീതിയിലുള്ള വേദനയാണ് പ്രസവ സമയത്ത് ഉണ്ടാകുന്ന വേദന എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം കഠിനാധ്വാനം ചെയ്ത് പ്രയാസപ്പെട്ട് നമ്മളെയും പ്രസവിച്ച് നമ്മുടെ കുട്ടികൾ തലതിരിഞ്ഞു പോയാൽ എന്തൊക്കെ മനസ്സിലാക്കി, എന്തൊക്കെ അവസ്ഥ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ സൗകര്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ അത് പ്രസവ വേദനയില്ല. ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ മരണവേദന. മരണത്തിന്റെ വേദന എത്രയെന്നറിയോ? 100 ഈർച്ചവാടുണ്ടല്ലോ. വാടിങ്ങനെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇന്നൊക്കെ മെഷീൻ സംവിധാനത്തിലേക്ക് മാറി. മരങ്ങളൊക്കെ മുറിച്ചുന്ന സമയത്താണ് വളരെ അത് വെച്ചെടുക്കലോടുകൂടി ആ മരം 2 ഭാഗമായിട്ട് മാറും. പക്ഷെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു തലക്കൊരാൾ വെച്ചിട്ട് അങ്ങനെ ഈർന്നുകൊണ്ടായി
ചെയ്യുന്നു, ആൾക്കാർ മരങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നിരുന്നത്. അങ്ങനെ 100 ഈർച്ചവാളുകളുടെ അറിയുന്ന വേദനയാണ് മരണത്തിന്റെ വേദന. അല്ലാഹുവേ, ഞങ്ങളുടെ മരണവേദന നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂലല്ലോ അല്ലാഹ്. ഇന്ന് ഞങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോ, ഒരു വേദനയുണ്ടാകുമ്പോ, കാലിന് വേദന വരുമ്പോ, അതുപോലെ മറ്റുള്ള അവയവങ്ങളിൽ വേദന വരുമ്പോ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂലല്ലോ അല്ലാഹ്. ഞങ്ങളുടെ മരണവേദന നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. മരണത്തിന്റെ വല്ലാത്ത വേദനയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിന്റെ തിരുവോരങ്ങളിലൂടെ കടന്നു പോകുമ്പോ അവിടെയുള്ള ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനെ കല്ലെറിയുകയാണ്. കല്ലെറിഞ്ഞുകൊണ്ട് കാലിൽ മുറിവ് പറ്റുകയാണ്, കാലിലൂടെ രക്തം പൊലിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് വേദനയാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയുടെ തലയിൽ മടിയില് തല വെച്ച് കിടക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ആയിഷയോട് പറയുകയാണ്, മോളെ ആയിഷ, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന്റെ വല്ലാത്ത വേദനയാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, അതുകൊണ്ട് ചെറിയ വേദനയുള്ള മരണവേദന, അതുകൊണ്ട് മരണത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷ കിട്ടണോ? നിങ്ങൾക്ക് ഞാനിതാ പരിഹാരം പറഞ്ഞു തരാൻ പോവുകയാണ്. ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിലേക്ക് കാരുണ്യത്തോടുകൂടി നിങ്ങൾ നോക്കണേ, അവരെ നിങ്ങൾ സഹായിക്കണേ. കാരുണ്യത്തിന്റെ നോട്ടം പാവപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മരണവേദന അല്ലാഹു എളുപ്പമാക്കി തരും. ഒരുപാട് നല്ല ആളുകൾ, നല്ല ആളുകൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നുണ്ടാവും. കാരുണ്യത്തോടുകൂടി അവരിലേക്ക് നോക്കുക. അതിങ്ങനെ കണ്ണോട് നോക്കിയല്ലേ പറഞ്ഞേ? അത് ഞാൻ കണ്ണോട് നോക്കാൻ വേണ്ടിട്ടല്ല പറഞ്ഞേ. കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമ്പോ അവരുടെ പ്രയാസങ്ങളിൽ നമ്മളെന്ത് ചെയ്യാം? നമ്മൾ താങ്ങായി തണലായി മാറുക. നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാല് നമ്മൾ ഒരു പാവപ്പെട്ട ഒരു ഉസ്താദുമാരാവട്ടെ, അതുപോലെ നമ്മുടെ അയൽവാസികളാവട്ടെ, ഒരുപാട് കാലം ജോലി ചെയ്ത് എന്തെങ്കിലും അസുഖം ബാധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയോ എന്തെങ്കിലും കാരണത്താൽ ജോലിക്കും കൂലിക്കും പോകാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടാവാം. അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്വതങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാർത്ഥന വേണ്ട. അവൻ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറയുന്ന, സന്തോഷത്തോടെ പറയുന്ന ഒരു അവസ്ഥയിൽ അൽഹംദുലില്ലാഹ്, അത് മതി, അത് കിട്ടിയാൽ മതി, നമ്മൾ കഴിച്ചിലാവാം. ദുനിയാവും ആഖിറവും കഴിച്ചിലാവും. അതിലുപരി നമ്മുടെ മരണം അല്ലാഹു എളുപ്പമാക്കി തരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാവപ്പെട്ട ആളുകളിലേക്ക് നല്ല കാരുണ്യത്തോടുകൂടി നോക്കാൻ അല്ലാഹു നൽകട്ടെ. അതൊറ്റൊരു കാര്യം മതി. യതീമക്കളായ ആളുകൾ, പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഒന്ന് കണ്ണീരൊപ്പാൻ വേണ്ടി നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ മരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളുപ്പമാക്കി തരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അശ്ശഫഖതു അലൽ വാലിദൈൻ, മാതാപിതാക്കളോട് കൃപയിലൂടെ പെരുമാറുക. ഉമ്മാനോടും വാപ്പാനോടും കാരുണ്യത്തോടു കൂടി പെരുമാറുക. അത് ഭർത്താവിൻ്റെ ഉമ്മയാവട്ടെ വാപ്പയാവട്ടെ, സ്വന്തം ഉമ്മയാവട്ടെ വാപ്പയാവട്ടെ, അവരോട് നല്ല രീതിയിൽ പെരുമാറിയെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മരണവേദന എളുപ്പമാക്കി തരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉമ്മയും വാപ്പയുള്ള സമയമാണ് നല്ല സമയം. ഉമ്മയും വാപ്പയും ഒന്ന് മരിച്ചോക്കാം. വേദന അനുഭവിക്കുന്ന ആളുകളുണ്ടാവും ഈ കൂട്ടത്തിൽ. ഉമ്മയും വാപ്പയുടെ മൂലക്കരി അസുഖമായിട്ട് വേണ്ട, അങ്ങനെ ഒന്ന് കടന്നാലും പാടില്ല, ഒരുണ്ടായി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഉമ്മയും വാപ്പയൊന്നും പോയോക്കാം, വാപ്പാനെയും വില
അന്നൊക്കെ നമ്മൾ പല വിധത്തിൽ ശകാരിച്ചിട്ടുണ്ടാവാം, ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം. ഇന്ന് വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് എൻ്റെ കുട്ടി, എൻ്റെ മകള്, എൻ്റെ മരുകള് എത്ര ദിവസമായി നോക്കിയിട്ട് ആ വേദന ഉണ്ടായി കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും പറയാനുള്ളത്, ഉമ്മാനോടും ബാബാനോടും അത് കാരുണ്യത്തോടു കൂടി കൃപയോടുകൂടി നമ്മളൊന്ന് പെരുമാറേണ്ടതുണ്ട്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ റീൽസിന്റെ കാലം. ഉമ്മാനും ബാബാനും എന്ത് ചെയ്യാൻ എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ പാട്ട് പാടിക്കൊണ്ടു, അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് റീൽസ് ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരും ബാപ്പായും കോമാളികളാക്കാനുള്ളതല്ല. ഉമ്മയും ബാപ്പയും എന്ന് പറഞ്ഞാൽ അത് നിന്റെ സ്വർഗവും നരകവുമാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മാനും ബാപ്പാനും നല്ല നോക്കിയാൽ സ്വർഗ. എല്ലാവരും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നിന്റെ കാത്തു നിൽക്കുന്നത് നരക. അപ്പൊ ഉമ്മനോട് എന്തെങ്കിലും അന്യായം കാണിച്ചു, എല്ലാവർക്കും 10 സെന്റ് കൊടുത്തപ്പോ അല്ലെങ്കിൽ 1 ഏക്കർ കൊടുത്തപ്പോ ഇന്നെ 2 സെന്റ് തന്ന കണ്ണിനെ പറ്റിച്ചു, അതിലൊക്കെ എന്തെങ്കിലും സ്ത്രീകളുണ്ടാവുക. ഏതായാലും അതിന്റെ പേരിലൊന്നും ഉമ്മാനും ബാപ്പാനും കുറ്റപ്പെടുത്തണ്ട. അത് കിട്ടാതെ ആരും രക്ഷപ്പെടുകയില്ല. ഉമ്മാനും ബാപ്പാനും നല്ല രീതിയിൽ കൃപയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മരണം എളുപ്പമാക്കി തരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ മരണവേദന ലഘുവാകാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്ത് ചെയ്യാൻ, നമുക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവാം. നമ്മൾ മുതലാളിമാരിക്കാരം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ള ജോലികളും അതേപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. അതിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് നന്മയോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മരണവേദന എളുപ്പമാക്കി തരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഭർത്താവിന്റെ കീഴിൽ അടിമയായി നിൽക്കണം എന്നല്ല അതിന്റെ സാരം. ഭർത്താവിനെ എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ വഴിപ്പെടണം. തെറ്റുകളും കുറ്റങ്ങളും എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ സൗമ്യമായ രീതിയിൽ ബെഡ്റൂമിൽ തന്നെ തീരുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അത് തീർക്കണം. ആ ഭാര്യ ഭർത്താവ് എന്ത് ചെയ്യാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെയായിരിക്കണം ജീവിതം നയിക്കേണ്ടത്. പോരായ്മകളുണ്ടാവാം. പക്ഷെ പാവപ്പെട്ട ഭാര്യമാരെ പൊതു ആളുകളുടെ ഇടയിൽ വെച്ച് പരിഹസിക്കുന്നതായിരിക്കാം അവർക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കീഴിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഭാര്യ. ആ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവ് നമ്മുടെ കീഴിൽ നിൽക്കുന്ന ആളാണ്, ആ ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മരണവേദന ലഘൂകരിച്ച് തരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ 3 ഗുണങ്ങളും